ഗൈസ് ഷെഫിമുള്ളാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു മിനിയേച്ചർ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കക്കുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻസ് അരിയിടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് വന്നിട്ടുണ്ട്. അതങ്ങനെ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ വേവയുടെ സമയം കൊണ്ട് നമുക്ക് അടുത്തത് കറി ഉണ്ടാക്കാം. കറി എന്താണെന്നല്ലേ ആ സർപ്രൈസ് ഇപ്പോൾ പറയില്ല. അത് നമുക്ക് തക്കാളിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞിടാം. ഞാനായിട്ട് അരിയുന്നത് അത് അതേ പറഞ്ഞേക്കാം. ഷിൻസ് ഒന്നും എനിക്ക് ചെയ്ത് തരുന്നില്ല. അത് തക്കാളി ഉള്ളിലേക്ക് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് നെക്സ്റ്റ് മാറ്റണം. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഇടയ്ക്ക് കൂടെ ചെറിയ കൈ ചെയ്യുന്നത് കാക്കുൻ്റെയാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഗൈസ് നമ്മൾ നല്ല സ്റ്റൈലിൽ പച്ചമുളക് കരിയാൻ പോവാണ്. അങ്ങനെ നമ്മൾ അരിഞ്ഞതാ പോയി. പച്ചമുളക് അരി നമുക്ക് അത്ര ഇതില്ലാത്തതുകൊണ്ട് തന്നെ അതിലാവട്ടെ. അപ്പോൾ നമ്മളങ്ങനെ അരിഞ്ഞ് ഫസ്റ്റ് കത്തി പിടിച്ച് ചെറുതായിട്ടൊന്ന് മാറിപ്പോയും അതൊന്നും സീനില്ല. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വട്ടത്തിൽ നിന്ന് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചോറ് പാലപ്പോൾ നന്നായിട്ട് തെളിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചോറ് വെന്തിക്കണോ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മൾ ചോറ് വെന്തിക്കണോ എന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് പുള്ളി പോയിക്കണം, നിങ്ങൾ സീനാക്കണ്ട. അപ്പോൾ നന്നായിട്ട് വെന്ത് സെറ്റ് ആയിക്കണേ. നമുക്ക് മറ്റേ ഈ പാത്രത്തിൻ്റെ പേരെന്ന് എനിക്ക് പറഞ്ഞത് അതൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ആ ഒരു റൗണ്ട് ഓട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ വെള്ളം അടിയിൽ കൂടെ പോകും. നമ്മൾ അതിലൊരു പണി ചെയ്തു പോയി. എൻ്റെ അടിയിൽ പാത്രം വെച്ചിട്ട് നിങ്ങൾ കാണാനായിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ. എന്നിട്ട് അടുത്ത നമ്മളെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എനിക്ക് കോരി കൈ വേദന ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അടുപ്പത്താണ് നമ്മളെ സ്പെഷ്യൽ കറി ആയിട്ടുള്ള സർപ്രൈസ് കറി വന്നിട്ടുള്ളത്. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊക്കെ നമ്മളെ ടൊമാറ്റോ സോസിൻ്റെ പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ താഴത്തിന് ആഡ് ചെയ്യാം. നമ്മളെ കടുക് കുട്ടനെ ആഡ് ചെയ്യാം. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ, ഈ മറ്റേ കടുക് നിലത്തി വീണാൽ കുടുംബത്തിൽ കച്ചറുണ്ടാവും, പിച്ചുണ്ടാവും, അനാഥരൊക്കെ ഉണ്ടാവും. അതൊന്നും സീനാക്കണ്ട. അതൊക്കെ കുറേ അന്ധവിശ്വാസം. നമ്മൾ ന്യൂജൻ പിള്ളേരൊന്നും മൈൻഡാക്കണ്ടല്ലോ. ഓക്കെ, അതിന് അന്യൻസിനോടൊക്കെ പോകാൻ പറയും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഓയിൽ കടകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം നമ്മുടെ ഇലകളുടെ രാജാവായ കറിവേപ്പിലേനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ല വലിയ കറിവേപ്പിലാണ് കേട്ടോ. ഞാൻ ഒരു 2 ഇട്ടിട്ടുള്ളൂ. ഹിന്ദു അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഇട്ട് കൊടുത്തു ഗൈസ്. അത് നിങ്ങൾ മൈൻഡാക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതായത് കുഞ്ഞിക്കൈപ്പ് കാണും, അത് കാക്കുവിൻ്റെ കാണും. അങ്ങനെ നമ്മൾ 1 2 3 4 അങ്ങനെ കുറേ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മമ്മ വന്നിട്ട് ഊതുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പച്ചക്കറികൾ കുട്ടന്മാരെ നമ്മളെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ ഞാൻ ചെയ്ത് നമ്മൾ ശരിക്കും ചട്ടിയിലേക്ക് ഇട്ടിട്ടാണല്ലോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മിസ്റ്റേക്കാണ്. അത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതെന്താ പാട്ട്. ഓക്കെ, ഇതാണ് ഗായ്സ് നമ്മുടെ ഒരു കുട്ടി പോലെ ചേർത്ത പണിയാണ്. ഈ പാവം UKG പഠിക്കുന്ന കുട്ടിയോണ്ട് നമ്മൾ പാത്രം കേൾക്കിപ്പിക്കും നിങ്ങൾ വിചാരിക്കും. അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി അവൾ ചെയ്തതാണ് ഗൈസ്. അങ്ങനെ നമ്മളത് കറി നന്നായിട്ട് വെന്തിട്ടില്ല. വെള്ളമായി വരില്ലേ, ആ സാധനത്തിലാണ് വെന്ത്. എനിക്കറിയില്ല പറയാൻ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പറയില്ല. ഓക്കെ, അതിന് നമ്മൾ ഇത് നടക്കണ്ട, പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ തിളക്കിണ്ട്. അതാണ് നമ്മളെ കറിൻ്റെ പവർ. അങ്ങനെ നമ്മളിതാ അതിൻ്റെ കുറച്ച് കുക്കർ ഷോ കണ്ടിട്ടാണ്. ഇതാണ് ഗൈസ് നമ്മളെ മെയിൻ താരം പപ്പടം കൊണ്ടാട്ടം. നമ്മൾക്ക് ഇത്ര ചെറിയ പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ പപ്പടം ഇട്ടിട്ട് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് മറ്റേ അങ്ങനെ കുത്തണ സാധനമില്ലേ, അതുകൊണ്ട് ഇരിക്കുന്നുണ്ടോ അമ്മ. ഇത് ഞാനല്ല പപ്പടമൊന്നും ഞാനല്ല പൊരിച്ചത്, അതൊക്കെ മമ്മാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ എന്താ പറയുക, അതൊക്കെ അങ്ങനെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊരിച്ച് കൊണ്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ടാട്ടം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനാണ് പൊരിക്കുന്നത്, കൊണ്ടാട്ടം മുളക് ഞാനാണ്, മറ്റൊക്കെ മമ്മയാണ് പൊരിച്ചത്. അങ്ങനെ അത് നന്നായിട്ട് ഇങ്ങനെ കുളിച്ച് മറിച്ച് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. കൊണ്ടാട്ടം മുളക് ഇഷ്ടമാണ് ഗൈസ് നിങ്ങൾക്ക്. അതിന് ശേഷം നമ്മൾ നമ്മുടെ കടുക് കുട്ടന്മാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് ഒന്ന് ഇതാക്കട്ടെ. അപ്പോൾ നമ്മൾ വേറെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഓയിൽ ഒഴിച്ച് നമ്മളെ കടുക് കുട്ടന്മാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ല ക്യാരറ്റ് അരിയണത്. ഞാൻ ക്യാരറ്റ് അരിയണത് ആ ക്യാരറ്റ് നമുക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാനായിരുന്നു നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ക്യാരറ്റ് ഇഷ്ടമില്ലെങ്കിലും ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഉപ്പേരി ഇഷ്ടമില്ലെങ്കിലും അത് ഉണ്ടാക്കുന്ന വൈബാണ് ഗൈസ്. പക്ഷേ ഞാൻ തിന്നോണ്ട് ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ സെറ്റ് ചെയ്യുന്നു. ക്യാരറ്റ് വെറുതെ തിന്നണ അത്ര സുഖം വേറെ ഒന്നും കിട്ടൂല. അതിനുശേഷം നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഇലൻ്റെ രാജാവായ. അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ്. ശേഷം നമുക്ക് നല്ല ഉപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റായതിന് ശേഷം നമ്മൾ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് വെൽ. ക്യാരറ്റ് ഉപ്പേരി ഒന്നും ഉണ്ടാക്കാറില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഫുള്ള് എനിക്കറിയാം ഗൈസ്. അങ്ങനെ നമ്മുടെ ചോറ് റെഡി, കറി റെഡി, നല്ല ടേസ്റ്റുള്ള വൈബ് സൂപ്പർ കറിയിനു. അതിന് ശേഷം നമ്മുടെ കുഞ്ഞ് എന്താ പറയുക കൊണ്ടാട്ടം മുളക്, പിന്നെ നമ്മളെ ക്യാരറ്റ് ഉപ്പേരിൻ്റെ പപ്പടം ഇവിടെ വന്നതാ പപ്പടം റെഡി. അപ്പോൾ ഗൈസ് ഞാനിതാ അങ്ങനെ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു 6
ഊണ് കഴിക്കണം, ചോറ് തിന്നണം. ഓക്കെ, അപ്പോൾ ഈ സമയം അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളെ നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യം. അത് വെച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ വേണ്ടി പോവാണ്. അപ്പോൾ ഷിഞ്ചൊക്കെ കൊണ്ടാടുമ്പോഴേക്കും പപ്പടും അങ്ങനെ ഓരോ ഇട്ട് കൊടുക്കണം. എനിക്ക് ഞാൻ അങ്ങോട്ടും കൂടി പോയി കഴിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ അപ്പോൾ ഞാൻ അവിടെ വരും. ഇന്ന് നമ്മൾ നല്ല സ്റ്റൈലിൽ ചോറൊക്കെ ഇടാൻ പോവാണ്. അതിനിടയ്ക്ക് ഷിഞ്ച ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് കച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓൾ അതിൻ്റെ അവിടെ നിന്നൊക്കെ പെറുവിറുക്കുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ ഞാൻ അത് ചോറൊക്കെ ഇട്ട പാത്രം പഠിച്ച് കാലാക്കിക്കണം. പിന്നെ കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കില്ലേ നമ്മളെ ഫാഷനബിൾ ആയ ഒരു തല്ല് കാണാം, ഓൾക്ക് കറി കിട്ടില്ല പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഷിഞ്ചത തല്ല് പിടിക്കുന്നുണ്ട്, അവൾക്ക് കറി കിട്ടില്ല എന്നിട്ട് ഫുള്ള് കറി ആ തീർത്തതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞു തരും. അത് നമുക്ക് വീഡിയോ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കാറ്റുമ്പോൾ തിന്നില്ല, പക്ഷെ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഷിഞ്ച കറി കിട്ടില്ല പറഞ്ഞിട്ട് അവളെ കരിയുടെ ഫുഡൊക്കെ ചെയ്യാനൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.